മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെ പോയാൽ മന്ത്രി CP ജോണിനെ മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ തള്ളിപ്പുറത്താക്കും. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച മന്ത്രി K മുരളീധരനെ ജനം കടലിൽ തള്ളുന്ന സാഹചര്യവും വിദൂരമല്ല. ആവേശം വിതറിയ തുടക്കത്തിൽ നിന്ന് അനുദിനം ഗ്ലാമർ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനൊപ്പം മന്ത്രി CP ജോണും K മുരളീധരനും തരം താഴ്ന്നതോടെ UDF സർക്കാരിൻ്റെ ഇമേജ് അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തിലും മഴക്കെടുതിയിലും ജനം പൊറുതിമുട്ടിയ വേളയിൽ സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയും ആർത്തിയോടെ കഴിച്ച സദ്യയുമൊക്കെ വിവാദം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി CP ജോൺ പ്രിയദർശിനി ബസ്സിലെ സ്ത്രീ സൗജന്യ യാത്രക്കാരെ കടന്നാക്ഷേപിച്ചത്. CMPയിലെ ഒറ്റയാനായിട്ടും UDF കാരുണ്യത്തോടെ വച്ചു നീട്ടിയതാണ് ജോണിന് മന്ത്രിസ്ഥാനം. സൗജന്യ യാത്രക്കാരായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ മന്ത്രി ജോൺ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അത് മന്ത്രിസഭയ്ക്ക് തീരാത്ത കളങ്കമായി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ ശാസനയെ തുടർന്നാണ് CP ജോൺ ക്ഷമാപണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾ തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് മന്ത്രി K മുരളീധരൻ മത്സ്യത്തൊഴിലാളികളെയും കേരള സമൂഹത്തെയും അടച്ചാക്ഷേപിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണം നടത്തിയത്. കടലിൽ പോയാൽ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ടെന്നും അത് തെരച്ചിൽ നടത്താഞ്ഞിട്ടല്ലെന്നും മന്ത്രി K മുരളീധരൻ. മുതലപ്പൊഴിയിലും കോവളത്തും കടൽക്ഷോഭത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനാവാത്തതിലെ പ്രതിഷേധത്തിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ബോഡി കിട്ടിയിട്ടില്ലെന്നും അത് തിരച്ചിൽ നടക്കാഞ്ഞിട്ടല്ല നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മുരളീധരൻ പറഞ്ഞത്. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനായും മുതലപ്പൊഴിയിൽ കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനായിട്ടുമാണ് തിരച്ചിൽ. ഷിജിനായി പൂന്തുറ പനതുറ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തിങ്കളാഴ്ച തിരച്ചിൽ. ഷിജിനെ കണ്ടെത്തുന്നതിലെ അലംഭാവത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. മുതലപ്പൊഴിയിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ 13 മണിക്കൂർ വൈകിയാണ് കോസ്റ്റൽ പോലീസ് എത്തിയത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ കൂടി നേടിയാണ് മുരളീധരൻ ജയിച്ച് മന്ത്രിയായതെന്നിരിക്കെ അധിക്ഷേപകരമായ മറുപടിയാണ് മന്ത്രിയിൽ നിന്നുണ്ടായത്. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന മന്ത്രി CP ജോണിൻ്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നുമുള്ള പരാമർശം അനുചിതമായി പോയെന്നാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതികരണം. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല. പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചാൽ ജോണിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് കോൺഗ്രസിൽ ഉയർന്ന പ്രതികരണം. കൊച്ചിയിലുണ്ടായിരുന്ന ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്ററിൽ പോയതെന്നുമാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ വിശദീകരണം. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് അവർ കൊച്ചിയിൽ വന്നത്. വന്ദേ ഭാരതിൽ പോയി രാത്രി കാണാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവർക്ക് രാത്രി ദില്ലിക്ക് മടങ്ങണമെന്ന് അറിയിച്ചതുകൊണ്ടാണ് അതിനു മുമ്പ് കാണാനായി ഹെലികോപ്റ്ററിൽ പോയതെന്നുമാണ് സതീശൻ പറയുന്നത്. സംസ്ഥാനം കടുത്ത കാലവർഷക്കെടുതിയെ നേരിടുന്ന സാഹചര്യത്തിലും സർക്കാർ ഓരോ ദിവസവും ഇമേജ് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്.